എല്ലാവർക്കും നമസ്കാരം ആൻഡ് വെൽക്കം ടു ഓസ്ട്രേലിയൻ ഗെറ്റവേസ്. നമ്മുടെ കൂട്ടുകാരിയുടെ ഓണാണ് നാളെ, 1 ഓഗസ്റ്റിന് കാൻബറയിലെ ഫസ്റ്റ് ഓണാണ്. അപ്പോൾ അതിന് ഞങ്ങൾ ആൽഫ്രഡ് ഡിക്കിൻ ഹൈസ്കൂളിലാണ് നമ്മുടെ ഓണാഘോഷം നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ കുറച്ച് ആദ്യമായിട്ട് ഞങ്ങൾക്ക് തലേ ദിവസം ഹോള് കിട്ടി. അപ്പം ഇന്ന് ഞങ്ങൾ ഡെക്കറേഷനൊക്കെ ചെയ്ത് വയ്ക്കാതെ ഞങ്ങളുടെ ആൾക്കാരെയൊക്കെ കണ്ടോ. അല്ലെങ്കിൽ നമ്മൾ സാധാരണ രാവിലെ വന്ന് കഷ്ടപ്പെട്ട്, അതും നമ്മൾ ഈ കരസാരിയൊക്കെ കൊടുത്തിട്ട് ഇവിടെ ഡെക്കറേഷൻ പിന്നെ കസാര പിടിച്ചിട്ടുള്ള അതൊക്കെയാണ്. അപ്പം ഞങ്ങൾക്ക് ഇപ്പം നേരത്തെ കിട്ടിയതുകൊണ്ട് ഞങ്ങളിവിടെ ഡെക്കറേഷനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കസേരയൊക്കെ പിടിച്ചിട്ട് പൂക്കളം റെഡി. ഇനി ഞാൻ എൻ്റെ മുഖം ഇല്ലാണ്ട് ഞാൻ കാണിച്ചു തരാട്ടെ അവിടെ എന്താ നടക്കുന്നത്. എല്ലാവരും കൂടെ തിരിഞ്ഞ് എന്ത് പറയുന്നു? എല്ലാം റെഡിയാണോ നാളേക്ക്? എല്ലാം റെഡി, പാട്ട് റെഡി, ഡാൻസ് റെഡി, ഫുഡ് റെഡി, പൂക്കളം റെഡി. ഇനിയിപ്പോൾ ആൾക്കാർ വന്നാൽ മതി. റെഡിയല്ലേ കാറ്റ് വാക്ക്? അതെ, നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാരിയുടെ ബാനർ, അതിൻ്റെ 2 സൈഡിലും ഒരു കൂട്ടുകാരി പിക്ചർ ഞങ്ങൾക്ക് ഈ പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാണില്ലേ, കൂട്ടുകാരി പിക്ചറാണ് നമ്മൾ ഈ പ്രാവശ്യം വെച്ചിരിക്കുന്നത്. എൻ്റെ ഇവിടെ നല്ല പൂക്കളം, ഫ്രഷ് ഫ്ലവേഴ്സ്, ഓസ്ട്രേലിയയുടെ ഗോൾഡൻ ബോട്ടിൽ, അതുപോലെ തന്നെ നടുവിൽ കുറച്ച് നല്ല വൈറ്റ് ഫ്ലവേഴ്സ്. ഈ പിങ്ക് ഫ്ലവറിൻ്റെ പേര് ഞാൻ മറന്നു പോയില്ല, എന്തായിരുന്നു അത്? കമീലിയ അല്ലേ? കമീലിയ. ഇവിടെ ഒരാൾ ഫാഷനാണ് പ്രാക്ടീസ്. ഇവിടെ കുറേ പേര് കഥകളി വയ്ക്കുന്നു. ഇതാണ് നമ്മുടെ ചെയറുകളൊക്കെ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. സ്റ്റോളിനുള്ള സ്ഥലം. നമ്മൾ ടിക്കറ്റ് പ്ലേസ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ടിക്കറ്റ് എല്ലാം നമ്മൾ ഈ ലേഡീസ് മാത്രം ചെയ്യുന്നതുകൊണ്ടേ വലിയ എളുപ്പമല്ല കേട്ടോ. ഇവിടെ ഇനി കുറച്ചും കൂടെയൊക്കെ സെറ്റപ്പ് വരും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ ഗിഫ്റ്റ് ഹാമ്പർ ഇവിടെ വയ്ക്കും. അപ്പം അതിൻ്റെ എല്ലാം നമ്മൾ നാട്ടിൽ ഒരു ഗേൾ ചൈൽഡിൻ്റെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ്. $5 ഗിഫ്റ്റ് ഹാമ്പറിന്. ആൻഡ് ദെൻ ഇവിടെ നമ്മൾ ടിക്കറ്റ് സെയിൽസ് അല്ല, ഫുഡ് കൂപ്പൺ കൊടുക്കുന്നതാണ് നമ്മളിവിടെ, ടിക്കറ്റ് വാലിഡേഷനും. അപ്പോൾ ഇത് നല്ലതാ. ഈ താമര കത്തണമെന്നാണ് തോന്നുന്നു. ആൻഡ് ദെൻ ഇവിടെ നമുക്ക് ഫ്ലവർ കാർപ്പറ്റ്സ് വരും. ഫ്ലവർ കാർപ്പറ്റ്സിൻ്റെ ഒരു 5% നമുക്ക് ചാരിറ്റിക്ക് ഡൊണേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഹരിബറികൾ. ഇവിടെ പിള്ളേരുടെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു, തിരുവാതിര പ്രാക്ടീസും കഴിഞ്ഞു. ഇനി നമ്മൾ വീട്ടിൽ പോയി നാളെ രാവിലെ നമ്മൾ 10 മണിക്കാണ് പരിപാടി തുടങ്ങുന്നത്, 10 തൊട്ട് 2 വരെ. ഡൈനിങ്ങിന് നമുക്ക് ഈ പ്രാവശ്യം സെപ്പറേറ്റ് ഹോള് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഡൈനിങ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇച്ചിരി ഈസി ആയത്. അല്ലെങ്കിൽ സാധാരണ നമ്മൾ ഹോളിൽ തന്നെയാണ് അറേഞ്ച് ചെയ്യാറ്. അയ്യോ, ഫോട്ടോ ബൂത്ത് കാണിച്ചു തരാൻ മറന്നു പോയി. ഇവിടെ നമ്മുടെ വന്ദനയുടെ വക നല്ല അടിപൊളി ഫോട്ടോ ബൂത്ത് ചെയ്തിട്ടുണ്ട്. കഥകളി, ഇരുന്ന് ഫോട്ടോ എടുക്കാം, നിന്ന് ഫോട്ടോ എടുക്കാം. നല്ല രസമായിട്ട് ഫോട്ടോ ബൂത്ത് ഇവിടെ പിള്ളേർ ഡെക്കറേറ്റ് ചെയ്യുന്നു. ജസ്റ്റ് സേ ഹലോ. ഓക്കെ, നൈസ്, വെരി നൈസ്. അപ്പോൾ ഇനി നാളെയാണ് നമ്മളുടെ ഓണമാമാങ്കം വരുന്നത്. നാളെ അറിയാം എങ്ങനെയൊക്കെ ഉണ്ടാവും പരിപാടികൾ. അപ്പം ദാറ്റ്സ് ദ ന്യൂസ് ഫ്രം കാൻബറ ആൽഫ്രഡ് ഡിക്കിൻ ഹൈസ്കൂൾ. ഇവിടെ കാലത്തത്തെ ബഹളം കാണണമെങ്കിൽ കണ്ടോളൂ. അവിടെ ഒരാൾ എണ്ണ എടുക്കുന്നു. ഇവിടെ എന്താ പരിപാടി? മേക്കപ്പ് ആണോ? ആണ് ഞങ്ങളുടെ കോലാഹലങ്ങൾ. ഇവിടെ സ്റ്റോളുകാർ റെഡിയാവുന്നു. ഇത് ലയയുടെ സ്റ്റോള്, മീറാബൈ ലയ. ആൻഡ് ഇവിടെ ഒരു സ്റ്റോള് റെഡിയാവുന്നു. ഇവിടെ വേറൊരു സ്റ്റോള്. ആൻഡ് ദെൻ ബാക്കിൽ നമ്മുടെ എഡിറ്റും എന്ത് ക്രിസ്റ്റല ഞാൻ മറന്നുപോയി ബിസിനസിന്റെ പേര്. ഇൻട്രിൻസിക് ബ്ലൂ. നമ്മുടെ ഫോട്ടോ ബൂത്ത്, ഫ്ലവർ കാർപ്പറ്റ് ഈസ് റെഡി. ഫ്ലവർ കാർപ്പറ്റിന്റെ 5% നമ്മുടെ കൂട്ടുകാരി ചാരിറ്റിക്കാണ് കേട്ടോ. നമ്മുടെ ഗിഫ്റ്റ് ഹാമ്പർ റെഡി. ഇത് എൻട്രി പ്ലേസ് ആണ്. സോ ദിസ് ഈസ് അറ്റ് ആൽഫ്രഡ് ഡിക്കിൻ ഹൈസ്കൂൾ. ആൻഡ് ഇവിടെ നമുക്ക് റേച്ചലിന്റെ സിയ ബോട്ടിക് ഈസ് റെഡി. And this is Nikita's Brindabella Ayurvedic Health Center. Brindabella Natural Health. No worries. I'm just doing a quick overview of everything. Okay, so നമ്മുടെ എന്നെ കണ്ടില്ലല്ലോ, ഞാൻ തിരിക്കട്ടെ. So that's me guys. എങ്ങനെയുണ്ട്? ഒരു മുസ്ലിം ലുക്ക് ആയോ? സോ നല്ല ടിഷ്യൂൻ്റെ, ദിസ് ഇസ് ഫ്രം കസോട്ട ക്രിയേഷൻസ്. ബ്ലൗസ് ഞാൻ എടുത്തത് ഇവിടെ തന്നെയാണ്, തുണി എടുത്തത്, തയ്ച്ചതും ഇവിടെ തന്നെയാണ്. ഈ കമ്മല് ഫ്രം നമ്മുടെ NB ക്രിയേഷൻസ്. പിന്നെ ഗുങ്കുരു ബാംഗിൾസ്. പിന്നെ ഇതിൽ ഗ്രീൻ ബാംഗിൾ ഈസ് ഫ്രം മറന്നുപോയി ഡിവോറ. എൻ്റെ ഫ്രണ്ട് എങ്ങനെയുണ്ട്? നല്ല ഭംഗിയില്ലേ? ഗ്രീനാണ് ഞങ്ങളുടെ തീം. കാശ്മീരി ഇയറിങ് വള കാണിച്ചു. റെഡിയല്ലേ?
മേക്കപ്പ് ഇച്ചിരി കുറവുണ്ടോ? ലിപ്സ്റ്റിക് ഒന്നും ഇട്ടിട്ടില്ലല്ലോ. ഓക്കെ ഓക്കെ. അപ്പം ഞാൻ You can keep talking. You can keep talking to each other. We're waiting for the guest. ഗസ്റ്റ് ഒരാൾ കൂടി വരാനുണ്ട്. അപ്പം നമ്മളതിന് വെയിറ്റ് ചെയ്യാണ്. ഇതാ നമുക്ക് ലൈറ്റൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഗിഫ്റ്റ്സ് റെഡി. നമ്മുടെ വീണ റെഡി. ആൻഡ് സൗണ്ട് സിസ്റ്റം. തിരുവാതിര ലേഡീസ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഓൾ ഗുഡ്, വെരി നൈസ്. പൂക്കളൊക്കെ ഉണ്ടാവും റിയലി വാ. വലിയ വിളക്കുണ്ട് നമുക്ക് ഉദ്ഘാടനത്തിന്. നമ്മൾ ഓൾമോസ്റ്റ് റെഡിയാണ്. ഇറ്റ്സ് ഓൾമോസ്റ്റ് 10 o'clock. ഒരു ഇതെല്ലാം സെറ്റായി സ്റ്റോളുകാർ. വി ഹാവ് 10 സ്റ്റോൾസ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ കൂട്ടുകാരി ഹിസ്റ്ററി. അതുപോലെ തന്നെ നല്ല പൂക്കളം റെഡിയാണ്. നമ്മുടെ കിഡ്സ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. തിരുവാതിരക്കാർ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഗ്രീനാണ് അവരുടെ തീം. ആൻഡ് ലോങ് ഹെയർ. ഗസ്റ്റ് അറൈവ് ചെയ്തു. പിന്നെ എന്താ മൈക്ക് റെഡി, ഫോട്ടോഗ്രാഫർ റെഡി. സോ ഓൾ റെഡി സെറ്റ് ഗോ. ഞാൻ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് കുറച്ച് MC പണിയുണ്ട് കേട്ടോ. ഞാൻ ഇന്നലെ അറിഞ്ഞത്. ഓക്കെ, വിൽ സീ ഹൗ വി ഗോ. അയ്യോ ഊരി പോരാണ്ടാ മതി. ഒരു പിന്നെ കൂടി വേണം. കട്ടിയുണ്ട് അത്. ഇല്ല, ആ ഇതും കൂടി ക്രോസ് ചെയ്യണം. സുന്ദരിയായിട്ടാ. താങ്ക് യു ടു ത്രെഡ്സ് ബൈ ദിവ്യ രതീഷ്. ഓൾകൂടല്ലേ സുചേച്ചി? കാണാത്തവരുണ്ടെ കണ്ടോ. ഇതിന്റെ പേരാണ് വീണ. സുചേച്ചിയുടെ വീണ. സുചേച്ചിക്ക് കുറേ വീണുണ്ട്. സുചേച്ചി ഇതിന് എത്ര രൂപയാ ഒരെണ്ണത്തിന്? Between 35 to 40,000 rupees. Okay, so 30, like around 30, yeah. Between 35 and 40. 35 and 40. So the ഭയങ്കര എക്സ്പെൻസീവ് സംഭവമാണ് കേട്ടോ. അതെല്ലാം നോക്കിയേ. ലക്ഷ്മി. ഓക്കെ. സരസ്വതി. ഇത് എവിടുന്ന ചേച്ചി മേടിച്ച? നാട്ടിന്നാ? കൊച്ചിന്ന് മേടിച്ചതാ കേട്ടോ. അതെ, വീണ കാണാത്തൊരു ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. തൊടാനുമുള്ള ഒരു അവസരം കിട്ടി. കയ്യിലത്തെ കാണിച്ച് നെയിൽസ് കണ്ടില്ലേ എല്ലാവരും? ഓക്കെ. അപ്പം ഇന്ന് ചേച്ചിയുടെ സ്പെഷ്യൽ ഓണ വീണ വായിക്കുന്നതായിരിക്കും. എന്റെ ഫസ്റ്റ് കൊളാബറേറ്റർ ആണ് ഈ നിൽക്കുന്നത്. നല്ല ഐശ്വര്യമുണ്ട്. അപ്പം എനിക്കിപ്പോൾ കൊളാബറേഷൻ മാത്രമേ ഉള്ളൂ. താങ്ക് യു വെരി മച്ച്. അപ്പം എല്ലാവരും എന്നോട് കൂടി കൊളാബറേറ്റ് ചെയ്യാം. Slowly walk. Happy Onam. എവിടെ ഹാപ്പി ഓണം? പറ ഹാപ്പി ഓണം. ഹാപ്പി ഓണം എവിടെ? ഹാപ്പി ഓണം. നല്ല ഭംഗിയുണ്ടല്ലോ. ബ്യൂട്ടിഫുൾ ആണല്ലോ ഈ കുർത്ത. വെരി നൈസ്. I'd like to begin by acknowledging the traditional owners of the land on which we meet today, the Ngunnawal people, and pay my respects to elders past and present. A wonderful, wonderful member of our community and a long-standing friend of mine. As we do in a little while. Towards the end, volunteers to come on stage to light the lamp. ചെല്ല്.
smiles, 2 months practice. Good job. Look at the smile. We did it. Come on, girls. Clap, clap. Come on, Dalila. We got Putti Malla runner, chess number 19. Yeah. Thank you everyone. That was number 3. Nervous faces, nervous faces. Beautiful ladies. Oh my god. So you were categorized in 3 different classes, and thank you for coming. 824 ഓണം സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും കൂട്ടായ്മയുടെയും തിരുവോത്സവം. താങ്ക് യു. Happy Onam. ഹലോ, എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. ജസ്റ്റ് നമ്പർ 12. ഓണം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവർക്കും And everyone happy ഓണം. My chess number is 18. Onam ennaal togetherness aanu, and for me it's more like sadhya. So ellarum wait cheyyana adinu vendi aayirkum. So sadhya ezhukka, enjoy cheya, and with friends dance and have fun.
നമസ്കാരം, എൻ്റെ നമ്പർ 60. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നമസ്കാരം. My number is 9. എങ്ങനെയുണ്ട് സദ്യ? നല്ലതാണോ? സദ്യ ഇസ് ഗുഡ്? ഗുഡ്. അമ്മച്ചി, അമ്മ, സദ്യ നല്ലതാണോ? ഓക്കെ. എന്നെ അടിക്കരുത്. നമ്പർ 55. Very nice. You like sadhya? All good? Happy? Thank you. I think I know you. Yes, Sharon's sister. Yeah, her sister Sharon. Yeah. This is my passion diary. Another influencer. Everybody follow my passion diary. എന്നിട്ട് എന്നെ ഫോളോ ചെയ്യാൻ പറ. പാഷൻ ഡയറിയിലുള്ള എല്ലാവരും എന്തായിരുന്നു എൻ്റെ സാധനം? ഓസ്ട്രേലിയൻ മല്ലു ടൈൽസ് ഫോളോ ചെയ്യണേ. ബിജി ഓസ്ട്രേലിയൻ ഗിറ്റാറിസ്റ്റ് യൂട്യൂബ്. മറ്റേതിൽ മല്ലു ടൈൽസ്. പലതിലും പലതാണ്. പിന്നെ ഫേസ്ബുക്കിൽ വേറെ ഒന്നുണ്ട്. എൻ്റെ പേര് ഞാൻ തന്നെ മറന്നുപോയി. സദ്യ നല്ലതാണോ? തുടങ്ങിയിട്ടില്ല അല്ലേ? കുഴി കുഴിച്ചിരിപ്പാണോ? ചാറില്ല. ചാറ് വരും. പ്ലീസ് പേഷ്യൻസ്. നമ്മുടെ ഗസ്റ്റ് ഇവിടെ ഇരുന്ന് കഴിക്കാറ്. ദിവ്യ, ടെസ്. How is the food? Good? Delicious? ഇതിന് രസമാണോ? Thanks for coming again. We see again. Nice Sadhya, you like it? Sorry? Oh, thank you. Yeah, you always say that. You're very nice. When you started talking, I would have said that she must be a teacher. Really? ഓക്കെ, ഇപ്പോൾ നമ്മുടെ സദ്യ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. അതാണ് കലവറ മാനേജ് ചെയ്യുന്ന ലേഡീസ്. നമ്മുടെ ഷിജിയുടെ നേതൃത്വത്തിൽ കറികൾ ഇഷ്ടം പോലെയുണ്ട്. കാടമ്മ ഹൗസിൻ്റെ കറി, നല്ല നല്ല പായസം. പേരെന്താ? ഗോപികയാണ് എല്ലാവർക്കും പായസം കൊടുക്കുന്നത്. മോര്. അതെ, കണ്ടോ, ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരാൾ മോരും കൊണ്ടുവന്നിരിക്കുകയാണ്. അതെ, ട്രെൻഡി മലയാളി മങ്ക നിന്നിട്ട് ഇവിടെ വിളമ്പുവാണ് പാവങ്ങള്. ദേ പോണു. ഇവനല്ലേ രാമഭദ്രനെ തല്ലി. ഓക്കെ, ക്യാബേജ് തോരൻ, കൂട്ടുകറി, അവിയല്. റൈസാണോ വേണ്ടത്? എന്താ വേണ്ടത്? ആണോ? ഓക്കെ. പരിപ്പ്, രസം. ഇതെന്താ കറി? ഞാൻ മറന്നുപോയി. ഓലനാണെന്ന് തോന്നുന്നു. ഇഷ്ടംപോലെ. പിന്നെ പപ്പടത്തിൻ്റെ പ്രത്യേകത കണ്ടോ? മങ്കി ബനാനയാണ്. മങ്കി ബനാന നല്ല എക്സ്പെൻസീവാണ്. ഈ മങ്കി ബനാന ഞാൻ കാണിച്ചത്. എന്തെന്താ ഇതിൻ്റെയൊക്കെ മൂടിൻ്റെ ഒരു കളർ വ്യത്യാസം. പക്ഷെ ഇതാണ് മങ്കി ബനാന. നല്ല ടേസ്റ്റി ബനാനയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുന്നു ഓണസദ്യ. ഷിജി എല്ലാം അണ്ടർ കൺട്രോൾ അല്ലേ? എനിക്കൊരു പായസം തരോ? പാലടയല്ലേ? നല്ല പാലട പായസം. അടിപൊളി പായസം. നല്ല പാലട പായസം. കാടമ്മ ഹൗസ് കി ജയ്. കാടമ്മ ഹൗസ് കി ജയ് പറ. കാടമ്മ ഹൗസ് കി ജയ്. ഊട്ടി പോവാണോ? മസിനെ കൂടി ഊട്ടിയിലേക്ക് പോകണം. ഇത് ഞാൻ എടുക്കണോ അതോ കട്ടി? ഞാൻ ഇങ്ങനെ ചെയ്തത് വിഷമിച്ച്. താങ്ക് യു. നോക്ക്, ഞാൻ വീണ വായിക്കാൻ പഠിച്ചേ. ആരും നോക്കുന്നില്ല. ഒന്ന് മീട്ടിക്ക്. ഞാൻ നിർത്തിയപ്പോഴും നിങ്ങൾ ഹിന്ദി നിർത്തി. ഞാൻ ഫോൺ തുടങ്ങി ഇപ്പൊ നിർത്തി. ഹിന്ദി बताओ हिंदी में बोला ना दीदी. दीदी हमारा प्रोग्राम कैसे था? आपको तो गिफ्ट मिल गया है ना? मेरे को गिफ्ट मिला पता है, लेकिन है ना बॉडी का पेन है ना, वो क्या करूं मैं?
അതിൽ വരുമോ? അവസാന ഭാഗം വീഡിയോ എടുക്കാൻ സമയം കിട്ടിയില്ല കേട്ടോ. കാരണം നല്ല പണിയായിരുന്നു. ക്ലീനിങ് ആണ് നമ്മുടെ ഏറ്റവും വലിയ എന്താ പറയുക ബുദ്ധിമുട്ടുള്ള ഒരു പണി. തണ്ടലും നടുവൊക്കെ പോകുന്ന ഒരു പണിയാണ്. എല്ലാവരും നല്ല മരിച്ച ക്ലീനിങ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെ കൊണ്ട് പറ്റാണ്ടായപ്പോൾ നമ്മളൊരു ഇപ്രാവശ്യം ഒരു ക്ലീനറും കൂടി വെച്ചു. 1 അല്ല 2 ക്ലീനേഴ്സ് വന്നു. എന്നിട്ടാണ് നമ്മളിതൊന്ന് തീർന്ന് കിട്ടിയത്. കാരണം ഈ 2 ഹോളായതുകൊണ്ട് ഒരുപാട് ക്ലീനിങ്. പിന്നെ ഈ ഓണസദ്യ ആയതുകൊണ്ട് നിറച്ച് പപ്പടം പൊട്ടിച്ചിട്ടതും കറികളും പിന്നെ ബാക്കി വന്ന കറികൾ നമ്മളത് പാക്കറ്റിലാക്കണം, പാത്രം അവർക്ക് റെഡിയാക്കി കൊടുക്കണം. പിന്നെ ചെയറൊക്കെ ഇടാനായിട്ട് ഈ വന്ന ക്ലീനേഴ്സ് ഹെൽപ്പ് ചെയ്തു. പക്ഷേ നല്ല പണിയാണ് കേട്ടോ അത്. പക്ഷെ പരിപാടി നന്നായി കഴിഞ്ഞാൽ വല്ലാത്തൊരു സന്തോഷം. എല്ലാ പരിപാടികൾക്കും ഒരുപാട് കഷ്ടപ്പെട്ട് കഴിഞ്ഞ് അവസാനം നല്ലൊരു റിസൾട്ട് വരുമ്പോൾ എല്ലാവരും മുഖത്തും സന്തോഷം കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമല്ലേ. പലർക്കും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് സ്റ്റേജിൽ കയറാനും പരിപാടി അവതരിപ്പിക്കാനും അതുപോലെ തന്നെ കുട്ടികളുടെ മുഖത്ത് സന്തോഷം കാണുമ്പോൾ പിന്നെ നമുക്ക് ഈ അമ്മമാർ വിളമ്പിത്തരും. നമ്മൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നതല്ലേ നമ്മുടെ അമ്മമാർ വിളമ്പിത്തരുന്നത്. ആ ഒരു എന്താ പറയുക ഹോംലി ഫീലാണ് നമുക്ക് കൂട്ടുകാരിൽ വരുമ്പോൾ കിട്ടുന്നത്. കാരണം നമ്മളെല്ലാവരും അങ്ങോട്ട് ഇങ്ങോട്ട് നമുക്ക് പ്രത്യേകിച്ച് വിളമ്പാനൊന്നും അങ്ങനെ ആരുമില്ല. ആദ്യത്തെ പന്തിയിലിരിക്കുന്നവർ രണ്ടാമത്തെ പന്തിയിലുള്ളവർക്ക് വിളമ്പുന്നു. അവിടെ ഉള്ളവരൊക്കെ ഒരുപോലെ ഉത്സാഹിച്ച് നല്ല ആവേശത്തോടു കൂടി എന്താ പറയുക തലയും അരയൊക്കെ മുറുക്കി കേരള സാരിയിലൊക്കെ നിറയെ ചിലവരെയൊക്കെ സാമ്പാർ പോയിട്ടുണ്ട്, കുറേ ഇതൊക്കെ ആയിട്ടുണ്ട്. പുത്തൻ സാരികളാണ്. അതൊന്നും വകവയ്ക്കാണ്ട് എല്ലാവരും ഇങ്ങനെ എത്ര ഒത്തൊരുമയോടുകൂടിയൊക്കെ. അതാണ് ഈ ഓണത്തിൻ്റെ തീം എന്ന് പറയുന്നത്. നമ്മൾ സ്നേഹവും സഹോദരിയും ഐക്യവും എല്ലാം കൂടി കാണിക്കുന്നത്. അപ്പം വളരെയധികം സന്തോഷം. നല്ലൊരു ഓണം ഈ കൊല്ലം കൂടാൻ കഴിഞ്ഞതിൽ നടത്താൻ കഴിഞ്ഞതിൽ. അപ്പം ഹാപ്പി ഓണം.